പ്രഭാത വാർത്തയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ചൂട് ഉയരുകയാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസും കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. അതേസമയം സംസ്ഥാനത്ത് വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ വേനൽ മഴ ലഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശവും നിരോധനവും ഏർപ്പെടുത്തി. നാളെ രാത്രി 11:30 വരെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഇന്നലെ രാത്രി 10 മണി മുതൽ ബീച്ചുകളിലേക്കുള്ള പ്രവേശനവും പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 2 തവണ കടൽ ഉൾവലിഞ്ഞ ആലപ്പുഴ പുറക്കാട് തീരത്ത് നിന്ന് മത്സ്യബന്ധന ഉപകരണങ്ങൾ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ചൂട് ഏറ്റവും കൂടുന്ന കത്തിരി വെയിൽ ഇന്ന് ആരംഭിക്കും. ഈ മാസം 28 വരെയാണ് കത്തിരി വെയിലിന്റെ സമയം. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. കരൂരിൽ ഇന്നലെ 43.4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് രേഖപ്പെടുത്തി. 11 ജില്ലകളിൽ 40 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട്. സേലം, ഈറോഡ്, നാമക്കൽ തുടങ്ങി 7 ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൂടിയതോടെ KSEB മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം തുടങ്ങി. പാലക്കാട് ജില്ലയിലടക്കം ഉപഭോഗം കൂടിയ ഇടങ്ങളിലാണ് ആദ്യ നിയന്ത്രണം. രാത്രി 7 മണിക്കും പുലർച്ചെ 1 മണിക്കുമിടയിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് തീരുമാനം. വൈദ്യുതി ഉപഭോഗത്തിന്റെ തോതനുസരിച്ച് തീരുമാനത്തിൽ മാറ്റം വന്നേക്കാം. ഇടവിട്ട വൈദ്യുതി നിയന്ത്രണത്തിനാണ് സാധ്യത. കൊച്ചി പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ മാതാവിന്റെ ആരോഗ്യനില പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാൻ പോലീസ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് നീക്കം. യുവതിയുടെ മൊഴിയിൽ പരാമർശിക്കപ്പെട്ട യുവാവ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കുട്ടിയെ കൊലപ്പെടുത്താൻ മറ്റാരുടെയെങ്കിലും സഹായം ലഭ്യമായിട്ടുണ്ടോ എന്നും യുവതി ഗർഭിണിയായിരുന്നു എന്ന വിവരം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട്. നിലവിൽ യുവതി നൽകിയ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. നവജാത ശിശുവിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ ആന്തരികാവയവങ്ങൾ ഫോറൻസിക്സ് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഗതാഗത കമ്മീഷണറുടെ സർക്കുലർ ഇന്ന് പുറത്തിറങ്ങിയേക്കും. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും തൊഴിലാളി യൂണിയനുകളുടെയും പ്രതിഷേധങ്ങൾക്കിടെ ഇന്നലെയാണ് ഇളവുകൾ നൽകാൻ ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയത്. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 40 ഉയർത്തും. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 മാസം സമയം നൽകും. ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറകൾ സ്ഥാപിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് 3 മാസം സാവകാശവും അനുവദിക്കും. പുതിയ സർക്കുലർ ഇറങ്ങിയ ശേഷം സമരം തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സംയുക്ത സമരസമിതിയുടെ തീരുമാനമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇല്ലാത്തതിനാൽ പ്രത്യക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡ്രൈവർ യദു തിരുവനന്തപുരം മാജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഹർജി നൽകും. ഔദ്യോഗിക കൃത്രിമങ്ങൾ തടസ്സപ്പെടുത്തി, തെളിവുകൾ അട്ടിമറിച്ചു, അതിക്രമിച്ച് ബസ്സിൽ കയറി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകുക. കോടതിയുടെ മേൽനോട്ടത്തിലാണോ കോടതി നിർദ്ദേശപ്രകാരമോ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സംഭവത്തിൽ ബസ്സിലെ കണ്ടക്ടറിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് മൊഴിയെടുത്തിരുന്നു. ബസ്സിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ തമ്പാനൂർ പോലീസ് കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ കുട്ടനാട്ടിൽ LDF ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPIM പിന്തുണയോടെ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയ നോട്ടീസ്. രാമങ്കരി പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടമാകും. സംഭവത്തെപ്പറ്റി അറിയില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി R നാസർ പറഞ്ഞു. കുട്ടനാട്ടിൽ CPIM ഇന്ന് അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നുമുണ്ട്. മനീഷ് മഹിപാൽ നൽകും ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. മനീഷ്, ഇതെന്താണ് ഈ അസാധാരണ സാഹചര്യം? എന്താണ് LDFന് ഭരണം നഷ്ടമാകാനിടയുള്ള വിഷയം? പ്രജിത്ത്, മാസങ്ങൾക്ക് മുൻപാണ് രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് R രാജേന്ദ്രകുമാർ പാർട്ടി പ്രവർത്തനങ്ങളുമായി വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ അവിടെ കുട്ടനാട്ടിൽ മാത്രം 200ഓളം പേർ പാർട്ടി മെമ്പർമാർ CPIയിലേക്ക് പോയ സാഹചര്യം ഉണ്ടായത്. ഇതിന് നേതൃത്വം നൽകിയത് വിമത നേതാവ് CPIയുമായി നിലവിൽ അകന്നു നിൽക്കുന്ന രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാർ ആണെന്ന് ആരോപിച്ചുകൊണ്ടാണ് രാജേന്ദ്രകുമാറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നിലവിലത്തെ LDF ഭരണസമിതി, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റുമെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ അവിടെ
3 അംഗങ്ങൾ CPIMന്റെ 3 അംഗങ്ങൾ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ നോട്ടീസിൽ ഒപ്പിടുന്ന സാഹചര്യമുണ്ട്. അതായത് 13 പഞ്ചായത്തിൽ അംഗബലത്തിൽ 7 പേരും ഇതിനെ പിന്തുണയ്ക്കുന്നതോടെ LDFന് ഭരണം നഷ്ടമാകും. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് കൈകളിലേക്ക് LDF ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്തിന്റെ ഭരണം എത്തും. അതായത് ഒരു വിമത നേതാവിനെ പുറത്താക്കാൻ കുട്ടനാട്ടിൽ CPIMന്റെ ശക്തി കേന്ദ്രത്തിൽ അവർ ഭരിക്കുന്ന പഞ്ചായത്ത് പോലും മറിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിനെതിരെ നിലവിൽ കുട്ടനാട് ഏരിയ സെക്രട്ടറി പ്രതികരിക്കുന്നത് ഇത് പാർട്ടിയുടെ അറിവോടുകൂടിയോ പാർട്ടിയുടെ അനുമതിയോ ഇല്ലാതെയാണ് CPIMന്റെ അംഗങ്ങൾ ഇത്തരത്തിൽ അവിശ്വാസത്തെ പിന്തുണച്ചത് ഒപ്പിട്ടതെന്നാണ്. ഇതിനെപ്പറ്റി അറിയില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി R നാസറും വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ കുട്ടനാട്ടിലെ വലിയ വിഭാഗീയ പ്രശ്നങ്ങളെല്ലാം ഒടുവിൽ കോൺഗ്രസിന് അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ രാജേന്ദ്രകുമാറും മറ്റു ആളുകളും CPIയിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തോടു കൂടിയാണ് CPIയുമായി അടുത്തത്. പക്ഷേ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് അയോഗ്യനാക്കപ്പെടും എന്ന സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നിലവിൽ CPIMന്റെ പാർട്ടി വിടാതെ രാജേന്ദ്രകുമാർ CPIMൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ രാജേന്ദ്രകുമാർ വിമത നീക്കങ്ങൾ നടത്തുന്നു. ഇത്തരത്തിൽ ആളുകളെ CPIMൽ നിന്ന് കൊണ്ടുപോകാനുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജേന്ദ്രകുമാറിനെ പുറത്താക്കാൻ ഇത്തരത്തിൽ കോൺഗ്രസുമായി കൈകോർത്തുകൊണ്ട് രാമങ്കരി പഞ്ചായത്തിൽ CPIM അവിടെ കോൺഗ്രസുമായി അവിശ്വാസ പ്രമേയത്തിലേക്ക് നീങ്ങുന്നത്. എന്താണെങ്കിലും 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് BDO അവിടുത്തെ താലൂക്ക് BDO ഇത് ഏത് ദിവസമായിരിക്കും ഇത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുക എന്ന് അറിയും. അങ്ങനെ 15 ദിവസത്തിനുള്ളിൽ തന്നെ രാമങ്കരി പഞ്ചായത്തിൽ LDF ഭരിക്കുന്ന ഭരണസമിതിക്കെതിരെ CPIM പിന്തുണയോട് തന്നെ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയം വന്നാൽ അത് പാസ്സാകാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടായാൽ അവിടെ LDFന് ഭരണം നഷ്ടമാകും. ശരി, LDFന് ഭരണം നഷ്ടമാകുന്ന രീതിയിൽ CPIയുമാണ് കോൺഗ്രസുമായി അവിശ്വാസ പ്രമേയത്തിന് ശ്രമിക്കുന്നതെന്നാണ് രാമങ്കരി പഞ്ചായത്തിലെ അസാധാരണ സാഹചര്യം. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ പൗരന്മാരായ 3 പേരെ കനേഡിയൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചത് നേരത്തെ വിവാദമായിരുന്നു. മധു കൊട്ടാരക്കര നൽകും ന്യൂജേഴ്സിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. മധു, ഇപ്പോൾ നിജ്ജറിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ 3 പേർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് കാനഡ അവകാശപ്പെടുന്നു. മറ്റെന്തെങ്കിലും രീതിയിൽ ഇന്ത്യയുമായി ബന്ധമുള്ളവരാണ് എന്നുകൂടി കാനഡ പറയുന്നുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രജിൻ. ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങളാണ് ഇന്ത്യൻ പൗരന്മാരാണെന്നുള്ളത്. കഴിഞ്ഞ വർഷം ജൂൺ മാസം വാൻകൂവറിന് സമീപമുള്ള സറി ഗുരുദ്വാരയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴായിരുന്നു മുഖംമൂടി ധരിച്ച 2 പേർ നിജാറിനെ കൊലപ്പെടുത്തിയത്. ജസ്റ്റിൻ ട്രൂഡോയുടെ അന്നത്തെ ആരോപണം ഇന്ത്യ അതിശക്തമായി നിഷേധിക്കുകയും കാനഡ ഇന്ത്യ നയതന്ത്ര ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശമായ നിലയിലേക്ക് വഷളാവുകയും ചെയ്തതിന്റെ ഒരു പ്രധാന കാരണം ഈ ട്രൂഡോ പാർലമെന്റിൽ ഈ കൊലപാതകത്തിന്റെ പിന്നിൽ ഇന്ത്യയാണെന്നുള്ള ആരോപിച്ചതായിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കനേഡിയൻ പോലീസ് ഇന്ന് 3 ഇന്ത്യൻ പൗരന്മാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പോലീസ് പറയുന്നത്. ആൽബർട്ടിന് സമീപമുള്ള എഡ്മണ്ടിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ 3 പേർക്കും 20നും 30നും ഇടയിലാണ് ഇവരുടെ പ്രായം. കൊലപാതകത്തിനായി ഇവർ ഗൂഢാലോചന നടത്തി, അതുപോലെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നുള്ള കുറ്റങ്ങൾക്കായിട്ടുള്ള ഫസ്റ്റ് ഡിഗ്രി മർഡർ ആണ് പോലീസ് ഇവരുടെ പേരിൽ ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ റോയൽ കനേഡിയൻ പോലീസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇവർ 3 മുതൽ 5 വർഷമായിട്ട് കാനഡയിൽ താമസിക്കുന്നവരാണെന്നാണ് പോലീസ് പറയുന്നത്. നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണെന്നും പറയുന്നു. ഇതുമായി മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് പങ്കുണ്ടോ എന്നുള്ളതും അവരുടെ അന്വേഷണ പരിധിയിലുണ്ട്. നിജാറിന്റെ കൊലപാതകം അതിരുകടന്നതും ആണെന്നാണ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറും പറയുന്നത്. കനേഡിയൻ പൗരത്വമുള്ള നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയെ അന്ന് പ്രതിക്കൂട്ടിലാക്കുവാനുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ ശ്രമങ്ങൾ ഇന്ത്യ അന്ന് തള്ളിയത് ശുദ്ധ അസംബന്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നേരത്തെ അമേരിക്കൻ മണ്ണിലും മറ്റൊരു ഖാലിസ്ഥാൻ വിഘടനവാദിയായ ഗുർപത്വന്ത് സിംഗിനെ കൊലപ്പെടുത്തുവാൻ ഇന്ത്യ നടത്തിയ ശ്രമങ്ങൾ തടഞ്ഞതായി അമേരിക്ക പറഞ്ഞതും വലിയ വിവാദമായിരുന്നു. പ്രജിൻ. ശരി, മധു കൊട്ടാകട്ടെയാണ് ന്യൂജേഴ്സിയിൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സൽമാൻ ഖാന്റെ മുംബൈയിലെ വസതിക്ക് നേരെ വെടിവെച്ച കേസിൽ കസ്റ്റഡിയിലിരിക്കെ മരിച്ച പ്രതിയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയില്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CBI അന്വേഷിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. പ്രതി അനൂജ് ഥാപ്പൻ ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ നൽകും മുംബൈയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. എന്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ?
ഉന്മേഷ്, വെരി ഗുഡ് മോർണിംഗ്. മുംബൈ പോലീസ് കമ്മീഷണർ ഓഫീസിനോട് ചേർന്നുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ലോക്കപ്പിൽ വെച്ചാണ് അനൂജ് ഥാപ്പൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആത്മഹത്യ ചെയ്തതായി പോലീസ് പറയുന്നത്. അവിടെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നതാണ് പറയുന്നത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. എന്നാൽ ഇത് ഒരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന ആരോപണമാണ് അനൂജിൻ്റെ കുടുംബം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബിൽ നിന്ന് അനൂജ് ഥാപ്പൻ്റെ കുടുംബം എത്തിയത്. അതിനുശേഷം മൃതദേഹം അവരെ കാണിച്ചിരുന്നു. കഴുത്തിൽ ആഴത്തിൽ ഈ കയറ് മുറുകിയത് കൊണ്ടുള്ള പാടുകൾ കാണുന്നുണ്ട്. എന്നാൽ ഇത് അത്തരത്തിലുള്ള പാടല്ല. മാത്രമല്ല, ശരീരത്തിൽ മറ്റിടങ്ങളിലും മർദ്ദനമേറ്റതിന് പാടുകൾ ഉണ്ടാവും. അതൊന്നും ഞങ്ങളെ കാണിക്കുന്നില്ല. അദ്ദേഹത്തെ കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയതാകാം പോലീസ് മുറിയിൽ ഉണ്ടായിരുന്ന വിരി ഉപയോഗിച്ചുകൊണ്ട് എന്നതാണ്, ബെഡ്ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മൃതദേഹം കൈമാറാൻ തയ്യാറായിട്ടും അത് ഏറ്റുവാങ്ങാതെ ഒരു പ്രതിഷേധത്തിലേക്ക് പോയത്. ഇപ്പോൾ JJ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ മൃതദേഹം. വിഷുദിനം പുലർച്ചെയാണ് സൽമാൻ ഖാന്റെ ബാന്ദ്രയിലെ വസതിയിലേക്ക് 2 പേർ വെടിവെക്കുന്നത്. ഈ വെടിവെക്കാൻ എത്തിയവർക്ക് തോക്കും മറ്റും കൈമാറിയത് അനൂജും സുഹൃത്തും ആണ് എന്നതാണ് പോലീസ് പറയുന്നത്. പഞ്ചാബിൽ എത്തിയാണ് ഇവരെ ഏപ്രിൽ 26-ാം തീയതി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ശ്രീനാഥചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. 2016 ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമുല ദളിതനല്ലെന്ന പോലീസ് റിപ്പോർട്ട് തെലങ്കാന സർക്കാർ തള്ളി. പുനരന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുകയാണ്. കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. അരുൺ പൂപ്പർമ നൽകും ബംഗളൂരുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. അരുൺ പൂപ്പർമ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ ഈ കേസ് വീണ്ടും അന്വേഷിക്കാനുള്ള സാഹചര്യം? പ്രജിന് ഇതൊരു രാഷ്ട്രീയമായ തീരുമാനം കൂടിയായി കാണണം. അതായത് ഈ വർഷം മാർച്ച് മാസത്തിലാണ് തെലങ്കാന പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇത്തരമൊരു റിപ്പോർട്ട് കോടതിയിൽ നൽകിയത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് രോഹിത് വെമുല ദളിത് വിദ്യാർത്ഥിയല്ല, വ്യാജമായി ദളിത് വിദ്യാർത്ഥി അതിനുവേണ്ടി അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതാണെന്നും അത് പിടിക്കപ്പെടുമെന്ന ഭയം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും പിന്നീട് ഹൈക്കോടതിയുടെ പരിഗണനയിൽ, അതായത് ഈ കേസ് അവസാനിപ്പിക്കണമെന്ന അപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കം ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം കൂടിയാണ്. രോഹിത് വെമുലയുടെ മാതാവ് ഈ അന്വേഷണത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ച് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഇതിൽ പുനരന്വേഷണത്തിന് വേണ്ടി ഇപ്പോൾ DGP ഉത്തരവിട്ടിട്ടുള്ളത്. നിലവിലെ റിപ്പോർട്ട് തള്ളി പുനരന്വേഷണത്തിന് അനുമതി നൽകുന്നതിന് വേണ്ടി കോടതിയിൽ ഉടൻ അപേക്ഷ നൽകുമെന്നാണ് DGP പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം കൂടി ഉയർന്നിരുന്നു. സർവകലാശാല ക്യാമ്പസിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാന സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഇത് കേസ് അവസാനിപ്പിക്കാനുള്ള അപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണന എത്തുന്നതിന് മുമ്പ് തന്നെ പുതിയ നീക്കം, അതായത് പുനരന്വേഷണത്തിന് വേണ്ടി ഉത്തരവിറക്കിയിരിക്കുകയാണ്. പ്രജിൻ, ശരി. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. മുംബൈയിൽ പോലീസുകാരനെ വിഷം കുത്തിവെച്ച് കൊന്നുവെന്ന കേസിൽ വഴിത്തിരിവ്. മരിച്ച വിശാൽ പവാറിന്റെ മൊഴി വ്യാജമെന്ന് പോലീസ് കണ്ടെത്തി. ശ്രീനാഥചന്ദ്രൻ മുംബൈയിൽ ഒരിക്കൽ കൂടി ചേരുന്നു. ശ്രീനാഥ്, വിശദാംശങ്ങൾ. വിശാൽ പവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ പോലീസിന്റെ പുതിയ കണ്ടെത്തലുകൾ. മരണമൊഴിയെ വിശാൽ പവാർ പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അദ്ദേഹം നൽകിയ മൊഴിയിൽ പറയുന്നത് പ്രകാരം മാട്ടുങ്കയിൽ വെച്ച് ട്രെയിനിൽ സഞ്ചരിക്കവേ മാട്ടുങ്കയിൽ വെച്ച് വാതിൽക്കൽ നിൽക്കുകയായിരുന്നു തൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച ഒരു സംഘം ഓടി. അവരെ പുറകെ ഓടി പിടിക്കാൻ ശ്രമിച്ചു. അവർ തന്നെ വളഞ്ഞു വെച്ചതിന് ശേഷം ശരീരത്തിലേക്ക് ഒരു വിഷം കുത്തിവെച്ചു എന്നതാണ്. അതിനുശേഷം ബോധരഹിതനായി ട്രാക്കിൽ വീണു. പിറ്റേ ദിവസമാണ് ബോധം വന്നത്. പിന്നീട് വീട്ടിലേക്ക് പോയി. വീട്ടുകാരാണ് ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇതായിരുന്നു വിശാലിന്റെ മൊഴി. ഇത് മനസ്സിലാക്കി പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് ഈ മേഖലയിൽ ആകെ അന്വേഷണം നടത്തി 12 സംഘങ്ങളെ തിരിഞ്ഞ് അന്വേഷിച്ചു. പക്ഷേ ഈ അന്വേഷണത്തിൽ വ്യക്തമായത് ഈ പറയുന്നത് പോലെ അദ്ദേഹം മാട്ടുങ്ക വരെ പോയിട്ടില്ല. ദാദറിൽ അദ്ദേഹം ട്രെയിനിൽ നിന്ന് ഇറങ്ങി അർദ്ധരാത്രിയോടെ മറ്റെവിടേക്കോ പോകുന്നതായുള്ള ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചത്. അതായത് ദാദറിൽ നിന്ന്
പോലീസ് ഇപ്പോൾ പറയുന്നത് പ്രകാരം ഒരു ബാറിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് പറയാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഒരു മോഷണ സംഘം തന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ മരണമൊഴി അത് വ്യാജമാണ് എന്ന് പൂർണ്ണമായി തന്നെ പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ആരോഗ്യസ്ഥിതി മോശമായി എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ്. ശരി, ശ്രീനാഥാണ് വിശദാംശങ്ങൾ നൽകി. കോഴിക്കോട് താമരശ്ശേരിയിൽ അതിഥി തൊഴിലാളിയെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന വാർത്ത വരുന്നു. മലപ്പുറം വണ്ടൂർ സ്വദേശി ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി പോലീസും നാട്ടുകാരും ചേർന്നാണ് തൊഴിലാളിയെ മോചിപ്പിച്ചത്. രാഹുൽ സുരേഷ് നിലം കോഴിക്കോട് നിന്നും കൂടുതൽ വിശദാംശങ്ങൾ. രാഹുൽ, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവം? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. താമരശ്ശേരിയിൽ താമസിച്ച് ജോലി ചെയ്യുന്ന ആളാണ് ഈ അതിഥി തൊഴിലാളി. അതിനിടയിലാണ് മലപ്പുറം സ്വദേശിയായ പ്രതി ബൈക്കിലെത്തിയ ശേഷം ഈ അതിഥി തൊഴിലാളിയെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നത്. തുടർന്ന് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തുള്ള ഫ്ളാറ്റിൽ കൊണ്ടുപോകുകയായിരുന്നു. അവിടെ കൈകാലുകൾ ബന്ധിച്ച ശേഷം ജനാലയിൽ കെട്ടിയിട്ടു എന്നാണ് ഇപ്പോൾ അതിഥി തൊഴിലാളി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ പ്രതിയുടെ ദൃഷ്ടി മാറിയ സമയത്താണ് കാലുകൊണ്ട് ഫോൺ തട്ടിമാറ്റിയ ശേഷം ഈ ഫോണിൽ സുഹൃത്തുക്കൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഈ അതിഥി തൊഴിലാളി ഒരു സ്ഥലത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള വിവരം സുഹൃത്തുക്കൾ അറിയുന്നത്. തുടർന്ന് രാത്രി 9 മണിയോടുകൂടി രാത്രി 10 മണിയോടുകൂടിയാണ് പോലീസും നാട്ടുകാരും ചേർന്ന ശേഷം ഈ ഫ്ളാറ്റിലെത്തിയ ശേഷം ഈ അതിഥി തൊഴിലാളിയെ മോചിപ്പിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം വണ്ടൂർ സ്വദേശിയായ ബിനുവിനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ അതിഥി തൊഴിലാളിയെ ഇത്തരത്തിൽ ബന്ദിയാക്കിയതെന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. വിശദമായി തന്നെ പ്രതിയെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരുമെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. പ്രജീൻ. ശരി, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സെൻട്രൽ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിരാ മുഖർജിക്കാണ് അന്വേഷണ ചുമതല. രാജ്ഭവനിലെ ജീവനക്കാരി ഉന്നയിച്ച പരാതിയിലാണ് അന്വേഷണം. രാജ്ഭവനിലെ കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യും. പരാതിക്കാരിക്ക് കൊൽക്കത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനായി KPCC നേതൃയോഗം ഇന്ന് ചേരും. രാവിലെ 10:30 KPCC ഓഫീസിൽ നടക്കുന്ന യോഗത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ അധ്യക്ഷനാകും. യോഗത്തിൽ K സുധാകരന് വീണ്ടും KPCC അധ്യക്ഷന്റെ ചുമതല കൈമാറിയേക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ ഹിന്ദി ഹൃദയഭൂമിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. ഉത്തർപ്രദേശിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. സമാജ്വാദി പാർട്ടിയുമായി കൂടിയാലോചിച്ച് പ്രത്യേക പ്രചാരണ പദ്ധതി ഉടൻ തയ്യാറാക്കും. അടുത്ത 2 ദിവസങ്ങളിൽ ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പ്രചാരണം നടത്തുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടുത്ത 2 ദിവസം ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നത്. ഇന്ന് ഗുജറാത്തിൽ 2 റാലികളിലും ദാമനിലെ ഒരു റാലിയിലും അമിത്ഷാ പങ്കെടുക്കും. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാർഖണ്ഡിലെ പാലാമു, ലോഹാർദഗ എന്നിവിടങ്ങളിലും ബീഹാറിലെ ദർഭംഗയിലും റാലികളിൽ സംസാരിക്കും. ലൈംഗികാതിക്രമ കേസിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്ക് പിന്നാലെ പിതാവ് HD രേവണ്ണയ്ക്കും കുരുക്ക് മുറുകുന്നു. മുൻ മന്ത്രിയും JDS നേതാവുമായ HD രേവണ്ണയെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്ന് രേവണ്ണയ്ക്കായി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. രേവണ്ണ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതേസമയം ജർമ്മനിയിലുള്ള പ്രജ്വൽ രേവണ്ണ എപ്പോൾ തിരികെ എത്തുമെന്ന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണ ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതി ഇന്ന് വിധി പറയും. CBI അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം CJM കോടതിയിൽ പിതാവ് നൽകിയ ഹർജിയിലാണ് തുടർ നടപടികൾ പുരോഗമിക്കുന്നത്. CBI വിട്ടുപോയ ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ ജസ്നയുടെ പിതാവ് ഇന്നലെ കോടതിക്ക് കൈമാറിയിരുന്നു. ഇന്ന് കേസ് ഡയറി ഹാജരാക്കാൻ CBIയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹാജരാക്കിയ തെളിവുകൾ CBI നേരത്തെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടുമെന്നാണ് കോടതിയുടെ നിലപാട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിക്ഷേപ തുക ലഭിക്കാത്തതിനെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സഹകരണ വകുപ്പ് രജിസ്ട്രാർ അന്വേഷണം തുടങ്ങി. ബാങ്കിന്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. സോമസാഗരം ബാങ്കിൽ നിക്ഷേപിച്ച തുക ഇതുവരെയും കുടുംബത്തിന് തിരിച്ചു നൽകിയിട്ടില്ല. മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കാത്തതാണ് പണം കൈമാറാനുള്ള പ്രതിസന്ധിക്ക് കാരണം. ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് പണം
തിരികെ നൽകാമെന്നാണ് ബാങ്കിന്റെ നിലപാട്. ഉടൻ പണം ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. സഹകരണ മന്ത്രിയെ നേരിൽ കാണാനും കുടുംബം ശ്രമം തുടങ്ങി. ഇനി ഇപ്പോൾ കിട്ടിയത് പനമ്പിള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന് മാതാവിന്റെ മൊഴി. മൃതദേഹം ഉപേക്ഷിക്കാനായിരുന്നു തീരുമാനം. വാതിലിൽ അമ്മ മുട്ടിയപ്പോൾ മൃതദേഹം പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്നും മൊഴി. കർണാടകയിലെ JDS നേതാവും NDA ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വീണ്ടും കേസ്. JDS പ്രാദേശിക നേതാവായ യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിലാണ് കേസ്. സംസ്ഥാനത്ത് താപനിലയിൽ നേരിയ കുറവ്. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടിയതിനാൽ ഉഷ്ണത്തിന് കുറവുണ്ടാകില്ല. ഈ മാസം 7 മുതൽ കൂടുതൽ വേനൽ മഴ ലഭിച്ചേക്കും. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.